അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ബേബീസിന് 6 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ നെല്ലിയാമ്പതിയിലേട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വീഡിയോയിൽ ബേബീസിൻ്റെ നെയിം റിവീലും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. നെല്ലിയാമ്പതി എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ എല്ലാ സൺഡേയും പുറത്ത് പോവുകയാണെങ്കിൽ വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ മാക്സിമം നെല്ലിയാമ്പതിയിലോട്ട് തന്നെയാണ് കേട്ടോ പോവാറ്. ഒരു നല്ലൊരു ട്രാവലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും എല്ലാവർക്കും വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തിരിച്ച് പോരാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. കുറേയധികം കാണാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ തന്നെ ഞാൻ ഫുള്ള് നെല്ലിയാമ്പതിയിൽ നമ്മൾ പോയിട്ട് കാണാനുള്ള സ്പോട്ടുകൾ, വ്യൂ പോയിൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു പ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് കുറച്ച് ആളുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വല്ല അനിമൽ സൈറ്റിങ് കിട്ടിയതായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എല്ലാന്ന് മനസ്സിലായിട്ടോ. കാണുന്നില്ലേ, ഈ ഒരു ട്രീ ഫുള്ള് മാംഗോസാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ലൊരു മധുരമൊക്കെ ഉള്ളൊരു തരം മാങ്ങയാണ്. ഞങ്ങളും വണ്ടി ഒതുക്കി നിർത്തി ഇത് കാണാനായിട്ട് വന്ന സമയത്ത് ഈ ഒരു മരത്തിൽ 2 മലയണ്ണാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയൊരു മലയണ്ണാനും ഉണ്ട്, ഇതൊരു കുഞ്ഞു മലയണ്ണാനാണ്. അപ്പോൾ അത് കണ്ടില്ലേ, മാങ്ങയൊക്കെ പറിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ വ്യൂ പോയിൻ്റൊക്കെ അങ്ങനെ ടോപ്പിലുള്ള നമ്മൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും നല്ല നല്ല കാഴ്ചകളുണ്ടാവും. എങ്കിലും ഈ ഒരു സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ ഫോണിൻ്റെ ക്യാമിലൊക്കെ തട്ടുന്നത് കൊണ്ട് തന്നെ മാക്സിമം നല്ല വീഡിയോസ് പലപ്പോഴായിട്ട് കിട്ടാറില്ല. നല്ല വീഡിയോസിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് മിസ്സാവാറുണ്ട് കേട്ടോ. ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് കിട്ടി. പക്ഷെ മറ്റേ മലയണ്ണാൻ വേഗം അപ്പുറത്തെ മരത്തിലേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അത് കാരണം അത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ, ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ ചിന്തിച്ചു. മറ്റുള്ളതൊക്കെ നമ്മൾ ട്രിപ്പ് വ്ളോഗ്സ് ആണല്ലോ, അതിൽ മെയിൻലി നമ്മൾ നമ്മുടേതായിട്ടുള്ള പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടാണല്ലോ പോയിരിക്കാറ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളും അവിടെ നിന്നപ്പോൾ താഴെ കുറേ മാങ്ങ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ലത് നോക്കിയിട്ട് നമ്മളും ഒരു 3-4 എടുത്തിട്ടുണ്ട്. ഇതിന് മുൻപായാലും നമ്മൾ പല ഫോറസ്റ്റുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ പല സൈഡുകളിലായിട്ട് മാങ്ങ ഇങ്ങനെ വിൽക്കാനായിട്ടിരിക്കാറുണ്ട് കേട്ടോ. അതായത് ട്രൈബൽസ് തന്നെ ഡയറക്റ്റ് പറിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല മാങ്ങകളും മറ്റ് ഈ ചാമ്പയ്ക്ക അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വിൽക്കാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരിൽ നിന്നൊക്കെ ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അത് നല്ല പുളിപ്പാണെങ്കിലും, അതായത് അതിൻ്റെ തൊലിയൊക്കെ കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങയൊക്കെ കഴിക്കാറുണ്ട്. നമ്മളും ഇവിടുത്തെ കാട്ടുമാങ്ങയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അല്ല, എനിക്ക് കറക്റ്റ് ഈ ഒരു മാങ്ങൻ്റെ ഇതിന് മുൻപ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു മാങ്ങേൻ്റെ പേരറിയാത്തത് കൊണ്ടാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. കുറച്ച് പുളിപ്പുണ്ടെങ്കിലും പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ളൊരു മാങ്ങ തന്നെയാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഓരോരോ സ്പോട്ടുകളാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാവും. വ്യൂ പോയിൻറ്റ്സും സൂസൈഡ് പോയിൻറ്റ്സും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു വീഡിയോ തന്നെ എടുത്തു വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇതൊന്നും ഞാൻ അതിനെ മെയിൻലി കാണിച്ച് പറയാത്തത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴും പോയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഞാൻ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബേബീസിൻ്റെ നെയിം റിവീലിങ്ങും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബീസിന് 6 മന്ത്സ് ആയി. നമുക്ക് പുറത്തുള്ളവർക്ക് ഇപ്പോഴും ബേബീസിൻ്റെ നെയിം അറിയില്ല. ചോദിക്കുമ്പോൾ പറയുന്നല്ലാണ്ട് നെയിം അറിയില്ല കേട്ടോ. സോ നമ്മളൊരു നെയിം റിവീലിംഗ് ആയിട്ടൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുള്ളവരൊക്കെ നെയിം ചോദിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് നെയിം പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഒരു നെയിം റിവീലിംഗ് പോലെ എന്തായാലും 6 മന്ത്സിലത്തെ ആ ഒരു ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ്റെ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. എല്ലാവരും ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ പോലും 1-2 കമൻറ്റൊക്കെ നമുക്ക് വരുന്നതാണ്, ബേബീസിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ ഒരു താഴെ ഒരു പായൊക്കെ വിരിച്ച് അതിൻ്റെ മേലൊരു ഇതൊക്കെ ഇട്ടിട്ടാണ് ബേബീസിനെ കിടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം അവിടേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേഗം നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ എപ്പോഴും കുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ഗീ റൈസും
ബീഫും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. 2 ബേബീസിനും ഓൾറെഡി ഫീഡൊക്കെ ചെയ്തിട്ടാണ് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പേരും സെറ്റാണ്. അവർക്ക് പുറത്ത് ഇങ്ങനെ നമ്മളെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഔട്ടിങ്ങൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ വിരിച്ച് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് 2 പേർക്കും. ഈ ട്രിപ്പിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞങ്ങളുടെ ബേബീസും വന്നിട്ട്. കാരണം പുറത്ത് പോകുന്ന ദിവസം മാത്രം അവർക്ക് ഉറങ്ങാറില്ല. കാരണം ഇരുത്തുകയാണെങ്കിൽ പോലും അവനിക്ക് ഇപ്പോൾ അത് എൻ്റെ മോന് അവനിക്ക് വിൻഡോ സീറ്റിൽ ഇങ്ങനെ കൈ പിടിച്ച് തല ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിട്ടിരിക്കണ ആ ഒരു ഇതാണ്. മോൾക്കാണെങ്കിലും അതെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ കാണാത്ത രീതിയിൽ മുഖത്ത് ഇങ്ങനെ കയറി ചെയ്താൽ പോലും അപ്പോഴേ കരയുള്ളൂ. കാഴ്ചകളൊക്കെ കാണണം. ആ ഒരു ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ കളറൊക്കെ മനസ്സിലാക്കാനും കാണാനും ഉള്ള ഒരു ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഈ കളേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ളതൊക്കെ കാണുമ്പോൾ അവരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 3-4 തവണ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അവരിൻ്റെ അതൊക്കെ വിരിച്ച് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ അവർക്ക്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ചെറുതായിട്ടൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. കാരണം കുറച്ചധികം തണുപ്പുമുണ്ട്, നല്ല കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്നാൽ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതാക്കാമെന്ന്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന്. കാരണം ഈ ഒരു ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉറക്കം വന്നാൽ മറ്റൊരു ഫോട്ടോസ് ഒരാളുടെ ക്ലിയർ ആവണമെന്നില്ലല്ലോ. 2 പേരും ഒരുപോലെ ഉണർന്നിരിക്കുന്ന സമയത്ത് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ വേഗം തന്നെ കിട്ടുള്ളൂ. ഉറക്കാനായിട്ട് കുറേ ശ്രമം നടത്തി, പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു കേട്ടോ. അപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയിൽ വലിയ രീതിയിൽ തന്നെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വേഗം തന്നെ വീഡിയോ എടുക്കാമെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. നെയിം റിവീലിംഗ് ഇനി നെക്സ്റ്റ് വേഗം വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ചു. നെയിം റിവീലിംഗ് ആ ബോഡി ഉണ്ടാക്കിയതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുത്ത് ചെയ്യിപ്പിച്ചതൊന്നുമല്ല, ഇത് ചെയ്തത് ഇല്ലു തന്നെയാണ് കേട്ടോ. ഓനിക്ക് ഉണ്ണികളുടെ നെയിം റിവീലിംഗ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ തന്നെ അത് കറക്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് കേട്ടോ. അങ്ങനെ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 എൻക്വയറി നടത്തിയ സമയത്ത് ഈ നെയിം റിവീൽ ബോർഡിന് എക്സ്ട്രാ നല്ലൊരു എമൗണ്ട് അവർ പറയുന്നുണ്ട്. ഒരു 5K ഒക്കെ താഴെയുള്ള ഒരു എമൗണ്ടൊക്കെയാണ് നമ്മളോട് 2 ഭാഗത്തു നിന്നായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ നമ്മൾ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മക്കളുടെ നെയിം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബാക്കിലായിട്ട് തേയില നുള്ളുന്ന കുറേ ചേച്ചിമാരടക്കം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ നമ്മളെല്ലാവരുടെയും കണ്ടിട്ടുള്ള ഒരു നെയിം റിവീലിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബീസിൻ്റെ അച്ഛനും മമ്മിയൊക്കെ എടുത്തിട്ട് ബേബീസിനെ എടുത്തിട്ട് ആ ഒരു ഇത് ആക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇതുപോലെ നല്ലൊരു വ്യൂ ഉള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ബേബീസ് താഴെ കിടക്കുന്ന സമയത്ത് നെയിം റിവീലിംഗ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. മാഷാ അല്ലാഹ് അതും ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. സൂയി കണ്ടില്ലേ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വീഴുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് ഫൈനലി നമ്മുടെ ബേബീസിൻ്റെ നെയിം വന്നിട്ട് ഇൽഹാൻ, ഹാദി, ഞാനിയ, യാസ് എന്നാണ് കേട്ടോ. എനിക്ക് മാച്ചായിട്ടും മോൾക്കും ഇക്കാക്ക് മാച്ചായിട്ടും ആണ് ബോയ്ക്കും നെയിം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ രണ്ട് പേരും സെലക്ട് ചെയ്തത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇല്ലുവും സിനുവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബേബീസിൻ്റെ നെയിം കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ മക്കൾസിൻ്റെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അറിയാലോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഇതാണ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനിയുള്ളതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെല്ലിയാമ്പതിൻ്റെ വ്ലോഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.